ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വെക്കേഷന് കൊൽക്കട്ട വരെ പോയിരുന്നു. അപ്പോൾ ഈ കൊൽക്കട്ടയിൽ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഒരു 1 ഡേ ട്രിപ്പാണ് പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിനിലാണ് പോയിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ധൻബാദിലാണ്. അപ്പോൾ ധൻബാദിൽ നിന്ന് കൊൽക്കട്ടയിലോട്ട് 4 hours ജേണിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയത്. ഒരു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10:30 11 o'clock ആയിരുന്നു ട്രെയിൻ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ കൊൽക്കട്ടയിൽ റീച്ചായി. അപ്പം അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് ട്രാവൽ ചെയ്ത് നമ്മൾ ഒരു ഹോട്ടലെടുത്തു. നമ്മൾ ചെന്നപ്പോഴ ഹൗറ ബ്രിഡ്ജെല്ലാം കണ്ടു. രാത്രി തന്നെ നല്ല ഭംഗിയായിരുന്നു ലൈറ്റിങ്ങും എല്ലാം കാണാൻ. പിന്നെ അവിടുത്തെ ടാക്സികളെല്ലാം യെല്ലോ കളർ ടാക്സികളായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന ഉടനെ ഹൗറ ബ്രിഡ്ജിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂമെല്ലാം ബുക്ക് ചെയ്ത് അവിടെ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഒന്ന് ഫ്രഷായി ബാഗെല്ലാം അവിടെ വെച്ച് അന്ന് തന്നെ നമ്മൾ രാത്രി ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു 35-40 മിനിറ്റ് ദൂരമേ ഉള്ളൂ ന്യൂ മാർക്കറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. കാരണം നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാം കവർ ചെയ്യണം. ഇപ്പോൾ രാത്രി തന്നെ നമ്മൾ മാർക്കറ്റ് ഒന്ന് പോയി കണ്ടു. അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് ലൈറ്റിങ്ങും കാണാനും. പിന്നെ നമ്മൾ അവിടെ മാർക്കറ്റിൽ നമ്മൾ ബസ്സിൽ തന്നെ പോയി. ഇത് കാണാം, അവിടെ നിന്ന് കാറൊന്നും പോണില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബസ് ട്രാവലാണ് ഏറ്റവും നല്ലത്. ഒരു 20-35 മിനിറ്റ് ആയപ്പോൾ നമ്മൾ അവിടെ റീച്ചായി. പിന്നെ നമ്മൾ നടന്ന് അവിടെ എല്ലാം കണ്ടു. നല്ല ഭംഗിയായിരുന്നു, ഭയങ്കര റഷായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് തന്നെ അവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു. ഇപ്പോൾ മോർണിംഗിൽ നമ്മൾ ഫ്രഷായിട്ട് പുറത്ത് പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ രാവിലെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതുകൊണ്ടാണ് അവിടുത്തെ ഫോട്ടോസ് എല്ലാം ഞാൻ എടുത്ത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ ബ്രിഡ്ജെല്ലാം ഒന്ന് കാണാൻ പോയി. ഔറ ബ്രിഡ്ജ് ഒന്ന് കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിക്ടോറിയ പാലസിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കാർ ബുക്ക് ചെയ്താണ് പോയത്. ടാക്സിയിൽ നമ്മൾ വിക്ടോറിയ പാലസാണ് ഫസ്റ്റ് കാണാൻ പോയത്.
നമ്മൾ വിക്ടോറിയ പാലസിലെത്തി. എൻട്രി ടിക്കറ്റെല്ലാം എടുത്ത് അകത്ത് കയറി. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം. ഒരുപാട് റഷ് ഉണ്ടായിരുന്നു അവിടെ. എന്നാലും നല്ല അവിടുത്തെ ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല ഭംഗിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വിക്ടോറിയ പാലസ് കാണാനും അതിൻ്റെ അകത്തെ കാഴ്ചകൾ, കുറേ പുരാതന വസ്തുക്കൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം.
പാലസ് എല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇന്ത്യൻ മ്യൂസിയം കാണാനാണ്. വിക്ടോറിയ പാലസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ സ്ട്രീറ്റിൽ കുറച്ച് കാഴ്ചകളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് പോയി. അവിടെ മ്യൂസിയം നമുക്ക് കാണാൻ അടിപൊളിയായിരുന്നു, നല്ല രസമാണ്. അവിടെയും നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം.
ബുക്ക് ചെയ്തു. സൂവിലെത്തി. ഭയങ്കര റഷായിരുന്നു. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. റഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വിക്ടോറിയ പാലസിലും മ്യൂസിയത്തിലും പോയതിനെക്കാട്ടി ഒരുപാട് റഷായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തെത്തി സൂ എല്ലാം കണ്ടു. പക്ഷേ നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ അത്ര വലിയ ഒരു ഇതില്ലായിരുന്നു സൂവിൻ്റെ അകത്തൊന്നും. പക്ഷേ മ്യൂസിയവും വിക്ടോറിയ പാലസും നല്ല കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. സൂ നമ്മൾ ട്രിവാൻഡ്രത്തെ സൂ തന്നെ നല്ല കാണാനും നല്ല ഭംഗി. അവിടുത്തെ കാഴ്ചകളാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത്. അത് നമ്മുടെ നാടായതുകൊണ്ടാണെന്നല്ല, പക്ഷേ എനിക്കിവിടെ കണ്ടതിലേയും കാട്ടി എനിക്ക് അവിടത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇവിടെ പക്ഷേ ആളുകൾ ഭയങ്കര റഷായിരുന്നു. അതെന്തെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് റഷായിരുന്നു. സൺഡേ കൂടെ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ സാറ്റർഡേയാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ സൺഡേയാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ ഈ ഒരു 3 പ്ലേസിൽ കവർ ചെയ്തത്. പിന്നെ നമ്മൾ സൂവിലെ കാഴ്ചകളെല്ലാം ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് പിന്നെ ഈവനിങ്ങിലായിരുന്നു നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരു 6 o'clockനായിരുന്നു. പിന്നെ സൂവിൽ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സ്റ്റേ ചെയ്ത റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ നിന്നെല്ലാം ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഈവനിങ്ങിൽ ട്രെയിനിൽ നമ്മൾ ഇവിടെ വീടെത്തിയപ്പോൾ നൈറ്റ് 11 o'clock ആയി. നമ്മൾ വീടെത്തി. അങ്ങനെയാണ് നമ്മൾ ഒരു കൊൽക്കത്ത ട്രാവൽ അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 1 day ട്രിപ്പ് ട്രാവലാണ്. നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയണം, ലൈക്കും സബ്സ്ക്രൈബും അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.